ഈശോയിൽ അനുഗ്രഹീതരായവരെ, ആഗതമാകുന്ന തിരുപ്പിറവിയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഇനി ക്രിസ്തുമസിന് 2 ദിവസത്തെ ദൈർഘ്യമേ ഉള്ളൂ. അതിനപ്പുറം കലിത്തൊഴുത്തിൽ ഒരു കുഞ്ഞു വന്ന് പിറക്കും. ധനുമാസക്കുളിരിൽ വിറപൂണ്ട് കലിത്തൊഴുത്തിലും അവൻ്റെ അമ്മയുടെ മാറിലും അഭയം തേടിയ ഒരു കുഞ്ഞ്. പ്രിയമുള്ളവരെ, ഈ പൈതൽ നമുക്കൊരു പ്രചോദനമാണ്. ആരെയും അവഗണിക്കാതിരിക്കാനും ചെറുതായി കാണാതിരിക്കാനുമുള്ള ഒരു പ്രചോദനം. കാരണം കലിത്തൊഴുത്തിൽ എളിയവനായി വന്ന് പിറന്നവനാണ് അനേകം വർഷങ്ങൾക്കൊടുവിൽ അനേകായിരങ്ങളുടെ വിശപ്പടക്കിയത്, രോഗികളെ സൗഖ്യമാക്കിയത്, ലാസറിനെ ഉയർപ്പിച്ചത്, കടലിന് മീതെ നടന്നത്, അലറുന്ന കടലിനെ ശാന്തമാക്കിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരെക്കുറിച്ചും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കാതിരിക്കാം. ആരുടെയും സൽപ്പേരിന് കളങ്കം വരുത്താതിരിക്കാം. കാരണം അവരെക്കുറിച്ച് അവരുടെ സർവശക്തനായ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ മുഴുവനും പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, എനിക്കൊരു കഴിവും ഇല്ല എന്നോർത്ത് ദുഃഖിക്കുന്നവരും ആകുലരാകേണ്ട. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശു ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവഹിതത്തിന് തലകുനിക്കാൻ തയ്യാറാകുമ്പോൾ സർവശക്തനായ ദൈവം തക്ക സമയത്ത് നമ്മെ ഉയർത്തും. ദൈവം അനുഗ്രഹിക്കട്ടെ.